സന്തോഷമുള്ള ജീവിതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2 തണ്ട് കറിവേപ്പില മതി പ്രാണികൾ 7 ഇലത്ത് പോലും വരിക. വളരെ സിമ്പിളായ കാര്യമല്ലേ ഇത്? നമുക്കതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാം ഈ വീഡിയോയിലൂടെ. വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സന്മനസ്സും കൂടി കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അരിയും ധാന്യങ്ങളുമൊക്കെ കുറച്ചധികം വാങ്ങി ബോക്സുകളിലും മറ്റും സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നിട്ട് ആവശ്യാനുസരണം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും അരിയിലും പരിപ്പിലും ചെറുപയറിലുമൊക്കെ പ്രാണികൾ കയറാറുണ്ട്. ഒരുപാട് പ്രാണികൾ കയറുമ്പോൾ ഇത് ഉപയോഗശൂന്യമായി പോകുകയും ചെയ്യാറുണ്ട്. ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കുക. കഴിയുന്നത് ഒരാഴ്ചയ്ക്കോ 2 ആഴ്ചയ്ക്കോ മാത്രം സാധനങ്ങൾ വാങ്ങുക. അത് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും വാങ്ങുന്നതായിരിക്കും നല്ലത്. സാധനങ്ങളിൽ ചെറുപ്രാണികൾ കയറാതിരിക്കാൻ ചെറു പൊടിക്കൈകൾ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാമോ? അരിയിൽ പ്രാണികളായിട്ട് ഗ്രാമ്പു സഹായിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഒരുപാട് അരി ഉണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഒരു ചെറിയ പാത്രത്തിൽ മാറ്റി വയ്ക്കുക. ബാക്കി നന്നായി അടച്ച് സൂക്ഷിച്ചു വയ്ക്കാം. ചെറിയ പാത്രത്തിലെ അരി തീർന്നതിന് ശേഷം ഇതിൽ നിന്ന് വീണ്ടും അരി ഇട്ട് ഉപയോഗിക്കാം. ഗ്രാമ്പു കുറച്ചെടുത്ത് അരിക്കിടയിൽ പലയിടത്തായി ഇട്ട് വയ്ക്കാം. ഗ്രാമ്പുവിൻ്റെ മണം പ്രാണികൾക്ക് ഇഷ്ടമില്ല. അതിനാൽ തന്നെ അവയെ തുരത്താൻ സാധിക്കും. ധാന്യങ്ങളിൽ നിന്ന് പ്രാണികളെ അകറ്റാൻ കറിവേപ്പില സഹായിക്കും. 1-2 തണ്ട് കറിവേപ്പില പരിപ്പും മറ്റും സൂക്ഷിക്കുന്ന പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ മതി. അതേസമയം വെളുത്തുള്ളിയുടെ അംശം ഒട്ടുമില്ലാത്ത പാത്രങ്ങളിലോ കുപ്പികളിലോ വേണം. അതേസമയം വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാത്ത പാത്രങ്ങളിലോ കുപ്പികളിലോ വേണം ധാന്യങ്ങൾ സൂക്ഷിക്കാം. വായു കടക്കാത്ത കുപ്പിയാണ് ഇവ സൂക്ഷിക്കാൻ ഉപയോഗിക്കേണ്ടത്. കറിവേപ്പിലയ്ക്ക് പകരം ആര്യവേപ്പും ഉപയോഗിക്കുന്നത് നല്ലതാണ്.